BRP to e-visa കൺവേർഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് അപ്ഡേറ്റ്സ് ആണ് ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ പിള്ളേർക്ക് വേണ്ടി നമ്മുടെ ചിൽഡ്രൻ അണ്ടർ 18 വേണ്ടിയിട്ട് നമ്മൾ ഈ കൺവേർഷൻ ചെയ്യുമ്പോൾ ഉള്ള പ്രൊസീജിയറും ഞാൻ ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക, അപ്പൊ നിങ്ങൾക്ക് കൂടുതലായിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടും. അപ്പം വെൽക്കം ടു കുട്ടി സ്റ്റോറീസ്. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവര് പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് us. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഈ വിസയിലോട്ട് കൺവേർട്ട് ചെയ്യാൻ ഇതുവരെ UK വിസാസ് ആൻഡ് ഇമിഗ്രേഷനിൽ നിന്ന് മെയിൽ വരാത്തവർ ഇനി ആക്ച്വലി മെയിലിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് അവരുടെ ഒഫീഷ്യൽ സൈറ്റിൽ ചെന്ന് ഈ കൺവേർഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. UK അതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോ ചെയ്തപ്പം കുറച്ച് പേരുടെ ഡൗട്ടായിരുന്നു, നമ്മൾ ഈ UK ഇമിഗ്രേഷൻ ആൻഡ് ID ചെക്ക് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്കത് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാവോ എന്നുള്ളത്. അത് കുഴപ്പമില്ല. നമുക്ക് നമ്മുടെ ഐഡന്റിറ്റി കൺഫർമേഷൻ പ്രോസസ്സ് കഴിഞ്ഞ ഉടനെ നമുക്ക് ആ ആപ്പ് ഡിലീറ്റ് ചെയ്ത് കളയാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് NFC ഇല്ല എങ്കിൽ, നമ്മുടെ ഫോണിൽ NFC ഇല്ല എങ്കിൽ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിന്റെ ഫോൺ യൂസ് ചെയ്ത് ഇത് ചെയ്യാനും പറ്റുന്നതാണ്. പലരും ഫേസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിസ നമുക്ക് ജനറേറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ സൈൻ ഇൻ ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ ഫോട്ടോ അതിനകത്ത് അപ്ഡേറ്റ് ആയിട്ടുണ്ടാകത്തില്ല. അത് ടെൻഷൻ അടിക്കാനൊന്നുമില്ല. ജസ്റ്റ് ഒന്നും കൂടെ അത് സൈൻ ഇൻ ചെയ്ത് കഴിയുമ്പം ആ ഫോട്ടോ പിന്നെയും അത് അപ്ഡേറ്റഡ് ആയിട്ട് അവിടെ കാണിക്കുന്നതായിരിക്കും. ഇതേക്കുന്ന ഈ വിസയ്ക്കകത്ത് എന്തെങ്കിലും കറക്ഷനോ എന്തെങ്കിലും ക്ലാരിറ്റി കുറവോ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് UK വിസാസ് ആൻഡ് ഇമിഗ്രേഷൻസിലോട്ട് ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ ഈ കോണ്ടാക്ട് നമ്പർ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അവർ അപ്ഡേറ്റ് ചെയ്തിട്ടുമുണ്ട്. നമുക്ക് കുട്ടികൾക്ക് വേണ്ടി എങ്ങനെ ഇത് ചെയ്തു കൊടുക്കാം എന്നുള്ളതാണ് ബാക്കി ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഇവിടെ എൻ്റെ മോക്ക് വേണ്ടിയാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അവൾക്ക് 3 വയസ്സായിട്ടുണ്ട്. അതുപോലെ തന്നെ എനിക്ക് മെയിൽ വന്നിട്ടില്ല സെപ്പറേറ്റ് ആയിട്ട്. ഇത് മെയിൽ വരാതെ തന്നെ നമുക്ക് എങ്ങനെ ഒരു UKVI അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ കൂടെ കാണിച്ചു തരാൻ പോകുന്നത്. അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ അപ്ലൈ ഫോർ UK ഇ-വിസ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പം അതിനകത്ത് വരുന്ന ആദ്യത്തെ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ഇവിടെ സ്റ്റാർട്ട് നൗ എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്യുക. പിന്നെ ഇനി ഞാൻ പറയാൻ പോകുന്നത് ഓൾമോസ്റ്റ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുള്ള സെയിം പ്രൊസീജിയർ ആണ്. പക്ഷെ ചില സ്ഥലത്ത് മാത്രമേ ഒരു ഡിഫറൻസ് ഉണ്ടാകത്തുള്ളൂ. കാരണം നമ്മൾ മക്കൾക്ക് വേണ്ടി അപ്ലൈ ചെയ്യുന്നത് കാരണം. അതിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് നൗ കൊടുക്കുക. പിന്നെ ഇത് ചെയ്യുന്നതും BRP കാർഡ് വെച്ചിട്ട് തന്നെയാണ് ഡോക്യുമെന്റ് ആയിട്ട് കൊടുത്തേക്കുന്നത്. BRP കാർഡ് ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. യെസ്. കണ്ടിന്യൂ. വാലിഡ് ആണോ BRP കാർഡ്? അതും യെസ്. പിന്നെ ബയോമെട്രിക് റെസിഡൻസ് കാർഡ് ഇപ്പോഴും വാലിഡ് ആണോ എന്നാണ് ചോദിക്കുന്നത്. യെസ് കൊടുക്കുക. കണ്ടിന്യൂ. ഓക്കെ, നമുക്ക് പിന്നെ നമ്മുടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതിലോട്ടാണ് പോകുന്നത്. ക്രിയേറ്റ് ആൻ അക്കൗണ്ട് ക്ലിക്ക് ചെയ്യാം. ഇനി ഇവിടെയാണ് ഒരു മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് വരുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത് നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് പ്രൊസീജിയർ. ഇനി ഈ വീഡിയോയിലുള്ളത് someone else-ന് വേണ്ടിയിട്ടുള്ളത്. എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ മകൾക്ക് വേണ്ടിയാണ് ചെയ്യാൻ പോകുന്നതാണ്. എൽസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക, കണ്ടിന്യൂ ചെയ്യാം. ഇത് നമ്മളെ ഡയറക്റ്റ് ചെയ്യുന്ന പേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ഓപ്ഷൻസ് ഉണ്ടാവും. ഹൂ നീഡ്സ് ആക്സസ് ടു ദിയർ അക്കൗണ്ട്. ഇപ്പം ഞാനിപ്പം ചൂസ് ചെയ്യാൻ പോകുന്നത് only me as the account holder cannot manage the account themselves. എൻ്റെ മോക്ക് അത് സ്വന്തമായിട്ട് അവൾക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്ത കാരണം ഞാൻ ഈ ഓപ്ഷൻ, തേർഡ് ഓപ്ഷൻ ആണ് സെലക്ട് ചെയ്യുന്നത്. എനിക്ക് മാത്രമേ അവളുടെ UKVI അക്കൗണ്ടിലോട്ട് ആക്സസ് ഉണ്ടായിരിക്കത്തുള്ളൂ. പിന്നെ ബാക്കി 2 ഓപ്ഷൻ എന്ന് പറയുന്നത് ബോത്ത് മീ ആൻഡ് ദ അക്കൗണ്ട് ഹോൾഡർ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ചിലപ്പം നമ്മുടെ മക്കൾക്ക് ഇമെയിൽ ID ഇമെയിൽ IDയും ഫോൺ നമ്പറും ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെ തന്നെ നമുക്ക് കൊടുത്തിട്ട് ചെയ്യാം. അപ്പം എനിക്കും ഞാൻ ചെയ്ത് കൊടുക്കുന്ന ആൾക്കും ഇതിന് ആക്സസ് ഉണ്ടായിരിക്കും. പിന്നെ only the account holder. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഫ്രണ്ട്സിന് വേണ്ടിയാണ് ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ അവർക്ക് മാത്രം അവരുടെ അക്കൗണ്ടിലോട്ട് ഒരു ആക്സസ് മതി. ഓക്കെ, അപ്പൊ ഇപ്പം ചെയ്ത് കൊടുക്കുന്നത് only me as the account holder cannot manage the account themselves എന്നുള്ള ഓപ്ഷൻ ആണ്. ക്ലിക്ക് ചെയ്യുക, കണ്ടിന്യൂ ചെയ്യുക. Enter their name as it is written in their identity document. കണ്ടിന്യൂ. ഏതാണെന്ന് ചോദിക്കും. ഇന്ത്യ ഫില്ല് ചെയ്യുക, കണ്ടിന്യൂ. അടുത്ത ക്വസ്റ്റ്യൻ, ഏത് ഐഡന്റിറ്റി ഡോക്യുമെന്റ് ആണ് യൂസ് ചെയ്യുന്നത്? അതും BRP ആണ്. കണ്ടിന്യൂ. ഈ നമ്പറും എക്സ്പയറി ഡേറ്റും ചോദിക്കുന്നുണ്ട്. നമ്മുടെ BRP കാർഡിനകത്ത് നിന്ന് അത് രണ്ടും എൻ്റർ ചെയ്ത് കൊടുക്കുക. ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കുന്നുണ്ട്, അതും എൻ്റർ ചെയ്ത് കൊടുക്കുക.
Next, enter and confirm your email address and phone number. You will use these to sign into the UKVI account. If the person can manage their account, enter their email address and phone number. ഇപ്പം അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റുമെങ്കിൽ അവരുടെ തന്നെ ഇമെയിൽ അഡ്രസ്സും ഫോൺ നമ്പറും നമുക്ക് കൊടുക്കാം. ഇപ്പം പേരൻസ് ചെയ്യുമ്പോൾ അവരുടെ തന്നെ ഇമെയിൽ അഡ്രസ്സ്, വാലിഡ് ആയിട്ടുള്ള ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക. ചെയ്യാൻ പോവാണ്. കണ്ടിന്യൂ. ഇവിടെ നമ്മുടെ ഇമെയിൽ അഡ്രസ്സ് ആണ് ചോദിക്കുന്നത്. അപ്പം ഇപ്പൊ എൻ്റെ ഇമെയിൽ അഡ്രസ്സ് തന്നെയാണ് ഞാൻ കൊടുക്കാൻ പോകുന്നത് ഇവിടെ. കഴിഞ്ഞ വീഡിയോ ചെയ്തപ്പം കുറെ പേരുടെ ഡൗട്ട് ഉണ്ടായിരുന്നു, നമ്മൾ ഇമെയിൽ അഡ്രസ്സ് സെയിം തന്നെ കൊടുക്കണോ, സെയിം കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുന്നത്. ആക്ച്വലി ഈ UKVI അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പം നമുക്ക് ഇമെയിൽ അഡ്രസ്സോ അല്ലെങ്കിൽ ഫോൺ നമ്പറോ ചോദിക്കുന്നത് ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ടല്ല. അത് അതിനകത്തോട്ട് നമുക്ക് ഉള്ള OTPയും ബാക്കിയുള്ള കോണ്ടാക്ട് ഇൻഫോർമേഷൻസും ഒക്കെയാണ് അവർ അയച്ചു തരുന്നത്. അതുകൊണ്ട് നമുക്ക് കൊടുക്കുന്ന ഇമെയിൽ അഡ്രസ്സ് നമുക്ക് നമ്മുടെ ഫാമിലിക്ക് വേണ്ടി യൂസ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. അപ്പോൾ കണ്ടിന്യൂ ചെയ്യാം. മെയിൽ ID-യിലോട്ട് ഒരു സെക്യൂരിറ്റി കോഡ് വന്നിട്ടുണ്ടാവും, അത് എൻ്റർ ചെയ്ത് കൊടുക്കുക. കണ്ടിന്യൂ. അതുപോലെ തന്നെ ഫോൺ നമ്പറും ചോദിക്കുന്നുണ്ട്, നമ്മുടെ ഫോൺ നമ്പർ തന്നെ കൊടുക്കാം. കൺട്രി കോഡ് എൻ്റർ ചെയ്തിട്ട് നമ്പർ എൻ്റർ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഫോണിനകത്തോട്ടും വീണ്ടും ഒരു OTP വന്നിട്ടുണ്ടാവും. കണ്ടിന്യൂ. പിന്നെ ഇവർ ചോദിക്കുന്നുണ്ട്, ക്യാൻ ദ പേഴ്സൺസ് നെയിം മാനേജ് ദെയർ UKVI? നോ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കണ്ടിന്യൂ. പിന്നെ നമ്മുടെ ഒരു ഡിക്ലറേഷൻ ആണ് ചോദിക്കുന്നത്. ബൈ ക്രിയേറ്റിംഗ് ദിസ് അക്കൗണ്ട് ഫോർ ദ പേഴ്സൺ and not providing their email address and phone number, you confirm that you are acting on behalf of the person because they cannot manage their account themselves. അപ്പം നമ്മൾ ഈ ഡിക്ലറേഷൻ കൊടുക്കുകയാണ്, ദാറ്റ് ഇന്ന പേഴ്സണ് അവർക്ക് ഇത് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്ത കാരണം ഞാൻ അവർക്ക് പകരമായിട്ട് ഞാൻ ഇത് മാനേജ് ചെയ്യുന്നു എന്നാണ് കൊടുക്കുന്നത്. എന്നിട്ട് ഞാൻ കൺഫേം ആൻഡ് കണ്ടിന്യൂ കൊടുക്കുവാണ്. അത് കൊടുത്ത് അടുത്ത പേജ് എന്ന് പറഞ്ഞാൽ ആരാണ്, ഇപ്പം പേരന്റിന്റെ നെയിമാണ് അടുത്തത് ഇവിടെ എൻട്രി ചെയ്ത് കൊടുക്കേണ്ടത്. വാട്ട് ഈസ് യുവർ നെയിം? ആരാണ് ഇവർക്ക് ബിഹാഫായിട്ട് ഇത് ചെയ്യുന്നത്? അപ്പൊ ഞാൻ എൻ്റെ പേര് തന്നെ ഇവിടെ എൻട്രി ചെയ്ത് കൊടുക്കുവാണ്. കണ്ടിന്യൂ. നമ്മളോട് ചോദിക്കുന്നുണ്ട് എന്താണ് നമ്മുടെ റിലേഷൻഷിപ്പ് വിത്ത് ദാറ്റ് പർട്ടിക്കുലർ പേഴ്സൺ. അപ്പം പേരന്റ് ഓർ ലീഗൽ ഗാർഡിയൻ ഓഫ് എ ചൈൽഡ് അണ്ടർ 18. അപ്പോൾ ഇതാണ് എൻ്റെ ഓപ്ഷൻ. ഞാൻ സെലക്ട് ചെയ്തു കണ്ടിന്യൂ ചെയ്യും. ഇതെല്ലാം കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഇൻ കേസ് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ നിങ്ങൾ പോയിട്ട് ചേഞ്ച് എന്നുള്ള ലിങ്കിൽ പോയി അത് ചേഞ്ച് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇവിടെ അക്കൗണ്ട് സെക്യൂരിറ്റി കൊടുത്തേക്കുന്നത് അവർക്ക് സ്വന്തമായിട്ട് ഇമെയിൽ അഡ്രസ്സും ഇല്ല, ഫോൺ നമ്പറും ഇല്ല എന്നാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. എന്നിട്ട് കണ്ടിന്യൂ ചെയ്യാം. വീണ്ടും നമ്മൾ കൊടുത്തേക്കുന്നതെല്ലാം അവർ ക്രോസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. പേരെന്താണ്, റിലേഷൻഷിപ്പ് എന്താണ് എന്നുള്ളത്. അപ്പോൾ റിലേഷൻഷിപ്പ് പേരന്റ് ആണ്, നമ്മുടെ പേരും മുകളിൽ കറക്റ്റ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഇമെയിൽ അഡ്രസ്സും ഫോൺ നമ്പറും കൊടുത്തേക്കുന്നത് കറക്റ്റ് ആണോ എന്ന് ഒന്നും കൂടെ ക്രോസ് ചെക്ക് ചെയ്യാം. അതിനുശേഷം ക്രിയേറ്റ് അക്കൗണ്ട് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇനി ഇവിടെ നിന്നുള്ള ബാക്കി സ്റ്റെപ്സ് എല്ലാം സിമിലർ ആണ്. നമുക്ക് വേണ്ടി ചെയ്യുന്നതാണെങ്കിലും വേറെ ഒരാൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്ന സ്റ്റെപ്സ് എല്ലാം സിമിലർ ആണ്. അപ്പൊ ഞാൻ അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. അതിനുശേഷം ഇനി ഒരു ഡിഫറൻസ് വരാൻ പോകുന്നത് ആകപ്പാടെ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞൊരു ഡിക്ലറേഷൻ വരുന്ന സമയത്ത് അത് നമുക്ക് വേണ്ടിയല്ല ചെയ്യുന്നത്, മക്കൾക്ക് വേണ്ടിയാണ് ചെയ്യുന്നത് എന്നുള്ള ആ ഓപ്ഷൻ മാത്രം സെലക്ട് ചെയ്യും. ഇത് കഴിയുമ്പം നമ്മൾ ചെയ്യേണ്ടത് വീണ്ടും സൈൻ ഇൻ ചെയ്യുക. സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ഐഡന്റിറ്റി കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ UK ഇമിഗ്രേഷൻ ആൻഡ് ID ചെക്ക് ആപ്പ് ഉള്ളത്, അത് ചെയ്യുക. അത് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് വീണ്ടും ഉണ്ടാവും. സെക്യൂരിറ്റി ക്വസ്റ്റ്യൻസും ബാക്കി കാര്യങ്ങളും ഡിക്ലറേഷനും ഒക്കെ ഉണ്ടാവും. അതെല്ലാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം സബ്മിറ്റ് ചെയ്യുക. ഇതെല്ലാം ചെയ്ത് ഇവിടെ വരെ എല്ലാം സിമിലർ ആണ്. പിന്നെ ആകെപ്പാടെ അടുത്ത ചേഞ്ച് വരുന്നത് സബ്മിറ്റ് റിക്വസ്റ്റിന്റെ അണ്ടറിൽ ഡിക്ലറേഷൻ. ഇതിനകത്ത് നമുക്ക് കൊടുക്കേണ്ടത് ഐ ആം ദ പേരന്റ് ഓർ ലീഗൽ ഗാർഡിയൻ ഓഫ് ദ പേഴ്സൺ ഹു ഈസ് അണ്ടർ 18 ആൻഡ് ഐ എം സബ്മിറ്റിംഗ് ദ ഇൻഫർമേഷൻ ഓൺ ദെയർ ബിഹാഫ്. ഈ ഓപ്ഷൻ ആണ് നമ്മൾ മക്കൾക്ക് വേണ്ടി ചെയ്യുമ്പോൾ ഇഫ് ദേ ആർ അണ്ടർ 18 കൊടുക്കേണ്ട ഓപ്ഷൻ. കണ്ടിന്യൂ ചെയ്യാം. ആൻഡ് ലാസ്റ്റ് വൺ സബ്മിറ്റ് ചെയ്യാം. കൺഫേം ആൻഡ് സബ്മിറ്റ് ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഇവർക്കാണെങ്കിലും ഈ വിസ വരുമ്പോൾ നമ്മൾ കൊടുത്ത ഇമെയിൽ ID യിലോട്ടാണ് വരുന്നത് എന്ന് വെച്ചാൽ
ഈ പ്രോസസ്സ് കഴിയുമ്പം നമുക്കൊരു മെയിൽ വരും, വി ആർ ലിങ്കിങ് യുവർ ഇ വിസ ടു യുവർ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട്. നമ്മൾ ആരുടെ പേരിലാണോ കൊടുത്തത് അവരുടെ പേരും കൊടുത്ത് അതിനൊരു റെഫറൻസ് നമ്പറും ഉണ്ടായിരിക്കും. ഈ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയി എന്ന് കരുതുന്നു. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഇത് ആവശ്യമാണെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പം വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.